നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആനക്കരയിൽ പിതാവിനൊപ്പം ചികിത്സയ്ക്കെത്തിയ 5 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു. കുഞ്ഞിനെ രക്ഷിക്കാൻ പിതാവും കൂടെ കിണറ്റിൽ ചാടിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂറ്റനാട് ആമക്കാവ് ഭഗവതിപ്പറമ്പിൽ വീട്ടിൽ സുരേഷ് വിദ്യാ ദമ്പതികളുടെ മകൻ 5 വയസ്സുള്ള ആഘോഷാണ് മരിച്ചത്. ആനക്കര പഞ്ചായത്തിൽ ലൈഫ് പ്ലസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററിലായിരുന്നു ദാരുണ സംഭവം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. സ്ഥാപനത്തിൽ പിതാവ് സുരേഷിനൊപ്പം ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾക്കുള്ള തെറാപ്പി പരിശീലനത്തിനെത്തിയതായിരുന്നു ആഘോഷ്. പിതാവിനൊപ്പം ഇരുന്ന് പരിശീലന പ്രവർത്തികൾ ചെയ്യുന്നതിനിടെ ആഘോഷ് എണീറ്റോടുകയും പരിശീലന കേന്ദ്രത്തിന്റെ പുറകുവശത്തെ കിണറിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു. ഉടൻ തന്നെ കുഞ്ഞിനെ രക്ഷിക്കാൻ സുരേഷും കൂടെ ചാടിയെങ്കിലും നിറയെ വെള്ളമുള്ള കിണറിന്റെ അടിത്തട്ടിൽ നിന്നും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർ യൂണിറ്റ് എത്തിയ ശേഷമാണ് കുട്ടിയെ പുറത്തെടുക്കാനായത്. 2 മാസത്തോളമായി സ്ഥാപനത്തിൽ ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികൾക്ക് നൽകുന്ന തെറാപ്പി പരിശീലിച്ചു വരികയായിരുന്നു ആഘോഷ്. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ്, തൃത്താല. അയ്യപ്പ ശരണമന്ത്രങ്ങളാൽ അന്തരീക്ഷം മുഖരിതമാവുന്ന മണ്ഡലകാലത്തിന് തുടക്കമായി. വൃശ്ചികം 1 മുതൽ 41 ദിവസം മണ്ഡല വ്രതശുദ്ധിയുടെ നാളുകളാണ്. മകരവിളക്ക് വരെ നാട് ശരണം വിളികളാൽ മുഖരിതമാകും. വൃശ്ചികം പിറക്കുന്നതോടെ ഗ്രാമപ്രദേശങ്ങളും പ്രധാന അയ്യപ്പക്ഷേത്രങ്ങളും അയ്യപ്പൻ വിളക്കിന്റെ നിറവിലാകും. ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പൻ വിളക്ക് രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത്. വിളക്കുമായി ബന്ധപ്പെട്ടു വരുന്ന ആദ്യ പേര് ആനക്കര ചേകന്നൂരാണ്. ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക മേഖലയിലും അയ്യപ്പൻ വിളക്ക് സംഘങ്ങൾ ഉണ്ടെങ്കിലും ചേകന്നൂരിലെ വിളക്ക് സംഘത്തിനാണ് കൂടുതൽ പേരും പെരുമയും ഉള്ളത്. അയ്യപ്പന്റെ ഇലത്താളക്കാർ അയ്യപ്പന്റെയും ഭഗവതിയുടെയും കോമരങ്ങൾ, വാഴപ്പിണ്ടി കൊണ്ട് അമ്പലവും പള്ളിയും പണിയുന്ന പണിക്കാരടക്കം 24 പേരാണ് വിളക്കുസംഘത്തിൽ ഉണ്ടാകുക. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് വിളക്കിന് ആരംഭം കുറിക്കുക. പന്തലിൽ കുരുത്തോലകൾ അരങ്ങുകളിട്ട് ഭംഗിയാക്കുന്നു. അമ്പലങ്ങളിൽ പൂവിട്ട് പൂജ നടത്തുന്നു. തുടർന്ന് ഭഗവതി, കരിമല, വാവർ, സുബ്രഹ്മണ്യൻ, ഗണപതി എന്നിവർക്ക് ചെണ്ടമേളത്തോടെ പൂജ നടത്തും. വിളക്കിന്റെ പ്രധാനങ്ങളിൽ ഒന്നാണ് പാലക്കൊമ്പെഴുന്നള്ളിപ്പ്. ഇത് വിളക്കു ദിവസം വൈകിട്ട് 3 മണിയോടെ വിളക്കു നടക്കുന്ന സ്ഥലത്തിന്റെ സമീപത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് ആരംഭിക്കുക. ഉടുക്കുകൂട്ടി തുടങ്ങുന്ന പാലക്കൊമ്പെഴുന്നള്ളത്ത് പിന്നീട് ചെണ്ടയുടെ അകമ്പടിയോടെയാണ് പ്രയാണം തുടരുന്നത്. താലവും കോമരങ്ങളും പാലക്കൊമ്പുമായി അയ്യപ്പ ഭക്തർ ശരണം വിളികളുമായാണ് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുക. പ്രധാന സ്ഥലങ്ങളിലെല്ലാം നിർത്തി രാത്രിയോടെയാണ് പാലക്കൊമ്പെഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ പ്രവേശിക്കുക. തുടർന്ന് അന്നദാനം നടക്കും. ആയിരങ്ങളാണ് ഓരോ വിളക്ക് സ്ഥലങ്ങളിലും അന്നദാനത്തിനുണ്ടാകുക. രാത്രി 9ഓടെ തായമ്പകയോടെ പൂജ നടക്കും. ശേഷം 10 മണി മുതൽ പുലർച്ചെ 2 വരെ ഉടുക്കിന്റെ അകമ്പടിയോടെ അയ്യപ്പൻ പാട്ട് നടക്കും. പിന്നീട് പാതിരാത്താലം എഴുന്നള്ളിപ്പ്, വിളക്കിലെ മനോഹരമായ പൊലിപ്പാട്ട്, അതിനുശേഷം അയ്യപ്പന്റെ തിരിയൊഴിച്ചിൽ. ഇതോടൊപ്പം തന്നെ അയ്യപ്പനും വാവരും തമ്മിലുള്ള വെട്ടും തടവും നടക്കും. പുലർച്ചെ 4:30യോടെയാണ് കനൽച്ചാട്ടം. തുടർന്ന് ഭക്തജനങ്ങൾക്കായുള്ള അയ്യപ്പന്റെയും വാവരുടെയും കൽപ്പനകൾ. ഇതിനിടയിൽ വാവരുടെ പത്തിരി വിതരണവും നുറുങ്ങുതമാശകളും കഴിഞ്ഞ് 6 മണിക്ക് ഗുരുതിയോടെയാണ് വിളക്കിന് സമാപനമാകുക. CCTV ന്യൂസ്, തൃത്താല. മുതുതലയെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ മുന്നോടിയായി മുതുതല സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മുതുതലയെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധിയുടെയും മറ്റും നേതൃത്വത്തിൽ മുതുതല സെന്റർ ശുചീകരിച്ചത്. നവംബർ അവസാന വാരത്തിലാണ് മുതുതലയെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുക. ഇതിന് മുന്നോടിയായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് C. മുകേഷ്, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ബുഷറ സമദ്, M. സുബൈദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. ബിന്ദു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T. ചന്ദ്രമോഹൻ, KP മണി, CP വനജ, സൈനുൽ ആബിദ്, പഞ്ചായത്ത് സെക്രട്ടറി CP സുരേഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി HK സുനിൽ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മുതുതല ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, അതായത് 11 സ്കൂളുകളും ഹരിത സ്ഥാപനങ്ങളായി മാറ്റുകയുണ്ടായി. അതുപോലെ അംഗനവാടികൾ, മറ്റ് പൊതു സ്ഥാപനങ്ങളെല്ലാം തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി ഹരിത സ്ഥാപനങ്ങളായി മാറ്റുകയുണ്ടായി. അതിൻ്റെ തുടർ നടപടികൾ എന്നോണം നമ്മൾ ടൗൺ ഹരിത ടൗണാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ മുതുതല പഞ്ചായത്തിലെ മുതുതല
പ്രദേശത്തെ ടൗൺ വൃത്തിയാക്കുന്ന ഇതാണ്, ബ്യൂട്ടിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുപോലെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ മുതുതല ടൗൺ ചെയ്യുകയും അതിൻ്റെ ഭാഗമായി മറ്റ് മേഖലകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഈ രണ്ടാം ഘട്ടം പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ മുതുതല പഞ്ചായത്ത് ഒരു ക്ലീൻ പഞ്ചായത്തായി പ്രഖ്യാപിക്കുക എന്നാണ് ലക്ഷ്യം. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെയും മറ്റ് എല്ലാ പൊതുജനങ്ങളുടെയും സഹായം നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമാണ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മത്സര ഇനങ്ങൾ പൂർത്തിയായത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരെയും ആദരിക്കുന്നു. 5 ദിവസങ്ങളിലായി എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി വന്നിരുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് തിരശ്ശീല വീണത്. മേളയിൽ ആതിഥേയരായ എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 542 പോയിന്റ് നേടിയാണ് PTM സ്കൂൾ ചാമ്പ്യന്മാരായത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളാണ് 2ാം സ്ഥാനം. പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ പരുതൂർ ഹൈസ്കൂളും കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും 2ാം സ്ഥാനം പങ്കിട്ടു. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളാണ് 3ാം സ്ഥാനം. UP വിഭാഗത്തിൽ വെളിയൂർ ഹൈസ്കൂളും കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളുമാണ് 1ാം സ്ഥാനം പങ്കിട്ടത്. 2ാം സ്ഥാനം ഓങ്ങല്ലൂർ CGM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനാണ് ലഭിച്ചത്. 2ാം സ്ഥാനം ഓങ്ങല്ലൂർ CGM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂൾ, നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ, മുതുതല AUP സ്കൂൾ എന്നിവ കരസ്ഥമാക്കി. LP വിഭാഗത്തിൽ 3 വിദ്യാലയങ്ങൾ 1ാം സ്ഥാനം പങ്കിട്ടു. LP വിഭാഗത്തിൽ 2 വിദ്യാലയങ്ങൾ 1ാം സ്ഥാനം പങ്കിട്ടു. ഓങ്ങല്ലൂർ CGM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പുലാശ്ശേരി AMLP സ്കൂൾ എന്നിവയാണ് 1ാം സ്ഥാനം പങ്കിട്ടത്. 2ാം സ്ഥാനം പരുതൂർ CUP സ്കൂളിലാണ്. UP ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ ഓങ്ങല്ലൂർ CGM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് 1ാം സ്ഥാനം. UP വിഭാഗത്തിൽ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ, മുതുതല AUP സ്കൂൾ എന്നിവ 2ാം സ്ഥാനം പങ്കിട്ടു. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ പരുതൂർ ഹൈസ്കൂളാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. LP വിഭാഗം അറബി കലോത്സവത്തിൽ പരുതൂർ CUP സ്കൂൾ 1ാം സ്ഥാനം നേടി. കുളമുക്ക് AMLP സ്കൂളിലാണ് 2ാം സ്ഥാനം. അറബിക് UP വിഭാഗത്തിൽ കാരക്കുത്തങ്ങാടി VVAUPS, രായിരുന്നല്ലൂർ AUPS എന്നീ വിദ്യാലയങ്ങൾ 1ാം സ്ഥാനം പങ്കിട്ടു. കാരക്കാട് AMUPS, മുതുതല AUPS, നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ, നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ എന്നീ 4 വിദ്യാലയങ്ങൾ 2ാം സ്ഥാനം പങ്കിട്ടു. ഹൈസ്കൂൾ വിഭാഗം അറബിക്കിൽ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. എടപ്പലം PTM യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 2ാം സ്ഥാനം. സമാപന സമ്മേളനത്തിൽ പട്ടാമ്പി AEO RP ബാബുരാജ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇടവേള. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരമൊരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. ചാലിശ്ശേരി കവുക്കോട് മഹാദേവ ക്ഷേത്ര മതിലിന് 18 നൂറ്റാണ്ടിന്റെ പഴക്കം. മതിൽ പൈതൃക സ്വത്തായി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാണുന്നവരിൽ അത്ഭുതവും വിസ്മയവും ഒപ്പം പഴമയുടെ സ്മൃതികളും തീർക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാലിശ്ശേരി കവുക്കോട് ക്ഷേത്രമതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും ചരിത്രാന്വേഷികളും ആവശ്യപ്പെടുന്നത്. 18 നൂറ്റാണ്ടോളം പഴക്കം കണക്കാക്കുന്ന ചെങ്കൽ നിർമ്മിതമായ ക്ഷേത്രമതിൽ ആനപ്പള്ളമതിൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആനയുടെ ഉടലുപോലെ നടുഭാഗം പുറത്തേക്ക് തള്ളിയും മേൽഭാഗവും താഴെയും വീതി കുറച്ചുമുള്ള മതിലിന്റെ നിർമ്മിതി ആരെയും അത്ഭുതപ്പെടുത്തും. നടുഭാഗത്തിന് 6.5 അടി വീതിയുള്ളപ്പോൾ മുകൾ വശവും താഴ്ഭാഗവും ശരാശരി 3 അടിയാണ് വീതി. ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തായി 400 അടിയോളം ഉണ്ടായിരുന്ന മതിൽ നിലവിൽ 150 അടിയാണ് അവശേഷിക്കുന്നത്. പുറം നാടുകളിൽ നിന്നുൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകളെ പോലും ആകർഷിച്ചിരുന്ന ഈ ചെങ്കൽ നിർമ്മിതി പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ക്ഷേത്ര ഊരാള കുടുംബാംഗങ്ങളായ P. ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി, ക്ഷേത്ര ജീവനക്കാരും പൊതുപ്രവർത്തകരുമായ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പറയുന്നു. നമ്മുടെ പരമശിവന്റെ ഭൂതഗണമായിട്ടുള്ള ഖരനാൽ പ്രതിഷ്ഠിതമാണ് കവുക്കോട് ശിവക്ഷേത്രം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതാണ് സങ്കല്പം ഐതിഹ്യത്തിൽ പറയുന്നത്. ഇവിടെ ഒരു ഇതാണല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗംഗാസ്നാനത്തിന് സമാനമാണ് ഇവിടെ എന്നുള്ളൊരു ശ്രുതി കൂടി അങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. കാരണം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഈ തോട് ക്ഷേത്രത്തിനോട് തൊട്ടൊഴുകുമ്പോൾ അത് ഈ തോടിനെ ഗംഗാനദിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഒരു ഇതുകൂടി ചരിത്രം കൂടി ഇതിൻ്റെ പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഇവിടെ ബലിതർപ്പണത്തിന് പലരും എത്താറുണ്ട്. അപ്പോൾ
തർപ്പിക്കൽ കഴിഞ്ഞിട്ട് തർപ്പണം കഴിഞ്ഞ് അത് സ്നാനത്തിന് ഗംഗാസ്നാനം പോലെ ഒരു സമാനമാണ് ഈ തോട്, കൗക്കോട് തോട് എന്നുള്ള സങ്കല്പം കൂടിയുണ്ട്. അതാണ് ഇവിടെ ഈ സ്ഥാനത്തിന്റെ പ്രത്യേകത. അതിലെ മതിലുമായിട്ട് പറയുന്നു. അതെ, ശിവക്ഷേത്രങ്ങളിലെ മതിലാണ് ഇത്രയധികം ഇതായിട്ട് കാണാം. ഇത് ആനപ്പള്ള എന്നുള്ളതാണ് ഇതിനെ പൊതുവെ പറയാറ്. ഏകദേശം എന്തായാലും പഴയ അത്യാവശ്യം പഴക്കം ഈ മതിലിനുണ്ട് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഏകദേശം ക്ഷേത്രത്തിൻ്റെ അത്രയ്ക്ക് തന്നെ പഴക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. കൂടുതൽ അതിനെക്കുറിച്ച് നമ്മുടെ പൂർവ്വികർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. എത്ര വർഷം ഉണ്ടാവും? ഏകദേശം എങ്ങനെയായാലും 1800 വർഷമാണ് ഇപ്പോൾ ക്ഷേത്രത്തിന് പറയണത്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ അടുത്തൊന്നും പാച്ച് വർക്ക് നടത്തായിട്ട് നമ്മുടെ ഈ തലമുറയ്ക്കോ മുൻ തലമുറയ്ക്കോ അത് അറിയില്ല. അതെ, ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. ഖരൻ പ്രതിഷ്ഠ അമ്പലമാണെന്നും ഖരക്കോട് പിന്നീട് കവുക്കോട് ആയതാണെന്നുമാണ് പഴമക്കാർ പറയുന്നത്. വലിപ്പം കൊണ്ടും നിർമ്മാണ കൗതുകം കൊണ്ടും കറുകപ്പുത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം, തൃശൂർ വടക്കുന്നാഥൻ ചുറ്റുമതിൽ എന്നിവയേക്കാൾ വലിപ്പമേറിയതും പഴക്കമുള്ളതുമായ കല്ലുകളാണ് ഇവിടെ ഉപയോഗിച്ചു കാണുന്നതെന്നും സമീപവാസിയും ക്ഷേത്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഭിന്നമായി ചെങ്കല്ലിൽ തീർത്ത ചിത്രക്കലകൾ പഴക്കമേറിയ മതിലിന് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനു ചുറ്റും പ്രകൃതി സ്നേഹികളും വിശ്വാസികളും ചേർന്ന് 2008 നട്ടുവളർത്തിയ നക്ഷത്രവനം മഹാദേവ ക്ഷേത്രത്തിലെ മറ്റൊരു കാഴ്ചയാണ്. പരിസ്ഥിതി രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന അധ്യാപകരായ കെ ബാലൻ, ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ, മുസ്തഫ പടിഞ്ഞാറങ്ങാടി തുടങ്ങിയവരെല്ലാം ക്ഷേത്രത്തിൽ നടന്ന നക്ഷത്ര വനവൽക്കരണം എന്ന പരിസ്ഥിതി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരാണ്. ക്ഷേത്രക്കുളത്തിനുമുണ്ട് പ്രത്യേകത. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ മാതൃകയിലുള്ള ക്ഷേത്രക്കുളത്തിൽ ഇരു കടവുകളിൽ നിന്ന് പരസ്പരം കാണാതെ മുങ്ങിക്കുളിക്കാനുള്ള സൗകര്യവും ഉണ്ട്. മലബാർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള ക്ഷേത്രത്തിൽ വടക്കുംകരമന, പാലക്കാട്രിമന, മൂത്തേടത്തുമന, കുന്നത്തുമന തുടങ്ങിയ 4 ഊരാള കുടുംബങ്ങളിലെ പാരമ്പര്യ ട്രസ്റ്റിമാരാണ് മുഖ്യ ചുമതല വഹിക്കുന്നത്. നാനാജാതി മതസ്ഥരും നാട്ടുകാരും ഏറെ ആദരവോടെ കാണുന്ന കവുക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ വലിയ മതിൽ പൈതൃകമായി സംരക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. CCTV ന്യൂസ്, തൃത്താല. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധവുമായി പൈങ്കുളം വാഴാലിക്കാവ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ രംഗത്തെത്തി. പ്രശസ്തിയാർജിച്ച പൈങ്കുളം വാഴാലിക്കാവ് ക്ഷേത്രത്തിലെ പൂരത്തിന് 16 ആനകളാണ് അണിനിരക്കുക. കോടതിയുടെ വിധി ശരിയല്ലെന്നും കോടതി പറഞ്ഞതുപോലെ ആനകളെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത പ്രശ്നമുണ്ടെന്നും കോടതി വിധി വീണ്ടും പുനഃപരിശോധന നടത്തണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. മാർച്ച് 3-ാം തീയതി ആഘോഷിക്കുന്ന പൂരത്തിന് മുൻപ് തന്നെ ഹൈക്കോടതി ഒരു പുനർചിന്ത വരുത്തണമെന്ന് പ്രസിഡന്റ് കെ രാജേഷ് കുമാർ, സെക്രട്ടറി TV മുരളീധരൻ, മറ്റു ഭാരവാഹികളും ആവശ്യപ്പെട്ടു. ഇന്നലെ വന്ന കോടതിയുടെ പുതിയൊരു ഉത്തരവ് പ്രകാരം ആന എഴുന്നള്ളിപ്പുകളിലേക്കും കോടതികളുടെ നിരീക്ഷണവും കൂടെ ഉത്തരവും വന്നിരിക്കുകയാണ്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്നുള്ളതാണ് കോടതിയുടെ പുതിയ ഉത്തരവ്. ഈ 3 മീറ്റർ പ്രകാരം പറയുമ്പോൾ 16 ആനകളെ വെച്ച് എഴുന്നള്ളിക്കുന്ന വാഴാലിക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 48-50 മീറ്ററോളം വീതി ഉത്സവപ്പറമ്പ് വേണമെന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുകൂടാണ്ട് ആനയും വാദ്യക്കാരും തമ്മിൽ 8 മീറ്റർ അകലം വേണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ഈ 2 കാര്യങ്ങളും പാലിച്ചുകൊണ്ട് കേരളത്തിൽ ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. യജ്ഞം ഞായറാഴ്ച സമാപിക്കും. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നാളെ സമാപിക്കും. കിഴക്കേടം മാധവ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്രയും നടന്നു. മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തിയത്. നവംബർ 17 വരെയാണ് യജ്ഞം. ക്ഷേത്ര സേവാ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടെ പ്രസാദൂട്ടം നടന്നു വരുന്നുണ്ട്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മ കരിഞ്ഞെന്ന സജ്ജനങ്ങൾ.
തളി പിലാക്കാട് ദേശവിളക്ക് നവംബർ 17 ഞായറാഴ്ച ആഘോഷിക്കും. കുട്ടഞ്ചേരി അയ്യപ്പസേവാ സംഘം സതീശൻ ആൻഡ് പാർട്ടിയാണ് വിളക്ക് യോഗക്കാർ. 10:30 വിളക്ക് പൂജ, വൈകിട്ട് 5:30 രാമൻകുളങ്ങര അയ്യപ്പൻകാവിൽ നിന്നും മേളത്തോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. രാവിലെ 11 മുതൽ അന്നദാനവും ഉണ്ടാകും. 8 കീർത്തന കൊണ്ടയൂരിന്റെ തായമ്പക, തുടർന്ന് അന്നദാനം. രാത്രി 10 പന്തൽപ്പാട്ട്, പുലർച്ചെ 12 ജനനം, രാവിലെ 3 തിരിയൊഴിച്ചിൽ, വെട്ടുംതട, ഗുരുതി തർപ്പണത്തോടെ വിളക്കിന് സമാപനമാകും. ഇതോടെ നെളിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.